ഹലോ ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു തനി നാടൻ വിഭവമായ ചക്കയപ്പമാണ്. അത് വരിക്കച്ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്കിത് നൊസ്റ്റാൾജിക് ഫീൽ ഉള്ളതാണ്. കാരണം അമ്മ എനിക്ക് എടുത്തു വെച്ച് 2 ദിവസമായിട്ട് വിളിക്കുവാണ്, മോളെ ചക്ക വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചെല്ലാൻ താമസിച്ചു. അപ്പോൾ അമ്മ എനിക്കുള്ളത് എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ്, കുറച്ച് ചുള. എല്ലാവർക്കും അമ്മയുമായി ബന്ധപ്പെട്ട് ഇത്രയും സ്നേഹമായിട്ട് പല പല ഓർമ്മകളും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും ചക്കയപ്പവും ഒരു കട്ടൻ ചായയുമായിട്ടാണ്. അപ്പോൾ ആ കൊണ്ടുവന്ന ചക്ക ഞാനൊരു മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് പഴുത്തതായിരുന്നു, 2-3 ദിവസം ആയല്ലോ ഞാൻ ചെന്നിട്ട്. അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ, 1 കപ്പ് പൊടിച്ച ശർക്കര, കുറച്ച് ഏലക്ക പൊടി ഇടാം, ആവശ്യമെങ്കിൽ കുറച്ച് ചുക്കും കൂടി ചേർക്കാം. അത് ഓപ്ഷണലാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം, ഇളക്കി യോജിപ്പിക്കണം. കൈ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, തവി വെച്ചാണെങ്കിൽ അങ്ങനെയും. ഞാൻ എന്തായാലും തവി വെച്ച് തന്നെ ചെയ്തു. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഇത് യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇത് കുറച്ച് ലൂസാണ്. അപ്പോൾ അത് ചക്കയപ്പം ഉണ്ടാക്കിയാൽ നന്നാവില്ല. അപ്പോൾ ഇതൊന്ന് ടൈറ്റൻ ആവണം. അതിനായി വറുത്ത അരിപ്പൊടി കൂടി ചേർക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. മാവ് ഒന്ന് കട്ടിയായി വന്നാലാണ് ചക്കയപ്പം നന്നായിട്ടുണ്ടാവുക. മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തനി നാടൻ രീതിയിൽ തന്നെ ചെയ്യാം. ചക്കയപ്പം നമ്മൾ സാധാരണ വട്ടയിലയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വട്ടയില, മഴയൊക്കെ നനഞ്ഞു നിന്ന വട്ടയിലയാണ്. അപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഒരു ക്വാണ്ടിറ്റി മാവ് വെച്ച് അതിനെ മടക്കിയെടുക്കണം. അപ്പോൾ ഈ വട്ടയിലയിൽ ഉണ്ടാക്കുമ്പോൾ അപ്പം അതിൻ്റെ ഗുണവും മണവും ഒക്കെ ഈ ചക്കയപ്പത്തിലേക്ക് ഇറങ്ങും. അപ്പം അതൊരു പ്രത്യേക ഫ്ലേവറാണ്. അതിൻ്റെ ആവി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. അപ്പം ഇതിനെ മടക്കി ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പ്രത്യേക ഷേപ്പിൽ ഒരേപോലെ ഈവനായിട്ടത് സ്പ്രെഡായി വരും. ഒന്ന് പ്രസ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഈ മാവ് എല്ലാം തന്നെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് 9 ചക്കയപ്പത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പം അതെല്ലാം മടക്കി റെഡിയായി. അപ്പോൾ ഇനി ഒരു ഇഡ്ഡലി തട്ടാണ് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത്. അപ്പം അത് റെഡിയാക്കി അതിൽ ആവി കയറുമ്പോഴേക്കും ഈ ചക്കയപ്പം ഓരോന്നായിട്ട് തട്ടിലേക്ക് വയ്ക്കാം. തട്ടിലേക്ക് വെച്ച് വട്ടയില കൊണ്ട് തന്നെ മൂടി വയ്ക്കുക. അപ്പോൾ അതിൽ വെള്ളം ആവി ഇറങ്ങുകയുമില്ല, ഇതിൻ്റെ മണം ഫ്ലേവർ അതിലേക്ക് ഇറങ്ങുകയും ചെയ്യും. നന്നായിട്ട് മൂടി പാത്രം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നു നോക്കിയത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തു. ഇപ്പോഴും നന്നായിട്ട് ആവി വരുന്നുണ്ട്. നല്ല തണുത്തിട്ടൊന്നുമില്ല. ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വളരെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല മണമാണ്. വട്ടയിലയും ആ വരിക്കച്ചക്കയുടെയും ശർക്കരയുടെയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു മൗത്ത് വാട്ടറിങ് ഫ്ലേവറാണ് വരുന്നത്. നമുക്ക് ഇപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയല്ലേ. ഒരു കട്ടൻ ചായയുമായിട്ട് ഇതങ്ങ് കഴിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. ഒരു കട്ടൻ ചായയും റെഡിയാക്കിയിട്ടുണ്ട്. ചക്കയപ്പവും കട്ടൻ ചായയും ആകട്ടെ ഇന്നത്തെ സ്പെഷ്യൽ. എല്ലാവരും വീഡിയോ കണ്ടതിന് വളരെ നന്ദി. അപ്പം നിങ്ങളുടെ ലൈക്ക്, സപ്പോർട്ട്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ എല്ലാം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാം വാല്യുബിൾ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും അതെല്ലാം ഉണ്ടാവണം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.
താങ്ക് യു.